1960-കളിൽ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ചെന്നിറങ്ങിയ മുകുന്ദേട്ടൻ ഇങ്ങനെ പറഞ്ഞു: അമ്മ എന്നെ വീണ്ടും പ്രസവിച്ചതായി എനിക്ക് തോന്നി. ഡൽഹിയിൽ എത്തിയില്ലായിരുന്നെങ്കിലും മുകുന്ദേട്ടൻ എന്ന എഴുത്തുകാരൻ ജനിക്കുമായിരുന്നു. മയ്യഴി പുഴയുടെ തീരങ്ങളും ദൈവത്തിന്റെ വികൃതികളും ഒക്കെ എഴുതുമായിരുന്നു. എന്നാൽ ഡൽഹിയും ഡൽഹി ഗാഥകളും ഹരിദ്വാറിൽ മണികൾ മുഴുകുന്നും ഒക്കെ എഴുതിയ മുകുന്ദേട്ടനെ നമുക്ക് ലഭിച്ചത് ആ എംബസി കാലത്തിൽ നിന്നാണ്. ആ എംബസി കാലത്തിന്റെ ചേർത്തുവയ്ക്കലുകളാണ് എൻ്റെ എംബസി കാലം എന്ന ഈ പുസ്തകം. നിരവധി ഫ്രഞ്ച് എഴുത്തുകാരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും പരിചയപ്പെടുത്തുന്ന ഈ പുസ്തകം മുകുന്ദന്റെ വീട്ടിലേക്കുള്ള പടികൾ കയറാൻ ഭയന്നു നിന്ന OV വിജയനെയും അതേ പടികൾ വേഗത്തിൽ നടന്നു കയറിയ തകഴിയെയും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാനാവും. ഇന്ത്യൻ പ്രധാനമന്ത്രി വിരുന്നിന് ക്ഷണിച്ചാൽ പോലും പോകാത്ത അരുന്ധതി റോയ്, ബിയർ കുപ്പികൾ പെറുക്കി വിറ്റ അരുന്ധതി റോയ്, ഷെവലിയർ പുരസ്കാരം സ്വീകരിക്കാനായി ആദിവാസികളുമായി എത്തിയ അരുന്ധതി റോയ്, ഇവരെയൊക്കെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനാകും. കാശി രാജാവിനൊപ്പവും ആ കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരോടും പ്രസിഡന്റുമാരോടും ഒപ്പമിരുന്ന് സംസാരിച്ച സാധാരണക്കാരനായ മുകുന്ദേട്ടൻ.